ഹലോ ഡിയേഴ്സ്, സൈലത്തിന്റെ പുതിയൊരു അടിപൊളി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്, ഷോർട്ടായിട്ട് SB എന്ന് വിളിക്കും. അപ്പോൾ മക്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. കാരണം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മിസ് മക്കൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എക്സാം ടൈമൊക്കെ അല്ലേ, എല്ലാവർക്കും ഷെയർ ചെയ്യുക കേട്ടോ, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതൽ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാണ്ട് നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോ ഈ സ്ലൈഡിൽ മക്കൾ എന്താ കാണുന്നത്? നമ്മുടെ പ്ലാന്റ് കാണുന്നുണ്ട്. നമ്മൾ ഒരു അടിപൊളി നല്ല രസമുള്ളൊരു സസ്യം കാണുന്നുണ്ടല്ലേ. സസ്യങ്ങളെ നിരീക്ഷിക്കാൻ ഇഷ്ടമാണോ മക്കൾക്ക്? ഇഷ്ടമാണോ? നല്ല രസമല്ലേ സസ്യങ്ങളെ നിരീക്ഷിക്കാൻ? ചെറുതെന്ന് ഇങ്ങനെ തുടങ്ങി വലുതായി വലുതായി വരുന്നത്. നമ്മളിപ്പോൾ ഒരു മരം നടുകയാണെന്നുണ്ടെങ്കിൽ ആ മരം വളർന്ന് വലുതാവുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ, ഞാൻ നട്ട മരമാണെന്ന് പറയാറുണ്ടല്ലേ. അതുപോലെ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മരങ്ങളും കുഞ്ഞു കുഞ്ഞു സസ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പൂക്കൾ കാണാൻ പറ്റും, ഇലകൾ കാണാൻ പറ്റും അല്ലേ. നല്ല രസമാണ് സസ്യങ്ങളെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ നിരീക്ഷിക്കുന്നതും ഒരു കഴിവാണ് ശരിക്കും പറഞ്ഞാൽ അല്ലേ. നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്, പ്രകൃതിനെ നമ്മൾ കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങുന്നത് നല്ല രസമുള്ള ഒരു കാര്യമാണ്. മക്കളൊക്കെ അങ്ങനെ ചെയ്തു നോക്കണം. നമ്മളൊരു മരം നടുകയാണെങ്കിൽ അതിങ്ങനെ വളരുന്നതൊക്കെ നിരീക്ഷിക്കണം. ഓക്കെ, അപ്പൊ നമ്മള് ഏത് ചാപ്റ്ററിലെയാണ് ടോപ്പിക് പഠിക്കാൻ പോകുന്നത്? സസ്യലോകത്തെ അടുത്തറിയാം എന്ന് പറയുന്നതാണ്, അഥവാ ഡു ദ പ്ലാന്റ് വേൾഡ് ക്ലോസ്ലി എന്ന് പറയുന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മിസ് മക്കൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിനും ഹയർ സ്റ്റഡീസിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പൊ നിങ്ങൾ കുറച്ചേ പഠിക്കുന്നുള്ളൂ. ഇതിന്റെ ഒരുപാട് ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എവിടെ നിന്നാണ് നമ്മുടെ സസ്യങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത്? നമ്മൾ നമ്മുടെ ഫുഡ് ഉണ്ടാക്കും അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കും. ചിലപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും, ചിലപ്പോൾ എന്താ പറയുക മീൻകറി ഉണ്ടാക്കും. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ ഫുഡും നമ്മൾ ഉണ്ടാക്കും. ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇപ്പോൾ നമ്മുടെ വെജിറ്റബിളിലായിക്കോട്ടെ, നമ്മുടെ കുറുമ ഉണ്ടാക്കുന്നുണ്ട്, വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നുണ്ട്, ഗോബി മഞ്ചൂരി ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ. ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ സാധനങ്ങളൊക്കെ കിട്ടുന്ന, ഈ വെജിറ്റബിൾസ് ഒക്കെ കിട്ടുന്നത് എവിടെ നിന്നാണ്? പ്ലാന്റിൽ നിന്നാണ്, സസ്യത്തിൽ നിന്നല്ലേ മക്കളെ കിട്ടുന്നത് അല്ലേ. അപ്പോ നമുക്ക് ഫുഡ് തരുന്ന, നമ്മളെ ഫുഡ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സസ്യങ്ങൾക്ക് എവിടെ നിന്നാ ഫുഡ് കിട്ടുന്നത്? അവർക്കും വിശക്കുന്നുണ്ടാവില്ലേ, അവർക്കും ഫുഡ് കഴിക്കണ്ടേ. എവിടെ നിന്നാണ് സസ്യങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത് എന്ന് വെച്ചാൽ സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ്? Where do plants get their food from? എവിടെ നിന്നാ കിട്ടുന്നത്? ഏതാണ് ഏത് ഭാഗത്ത് വെച്ചിട്ടാണ്? സസ്യങ്ങൾക്ക് കുറെ ഭാഗങ്ങൾ ഉണ്ടല്ലോ. വേരുണ്ട്, കാണ്ഡമുണ്ട്, ഇലയുണ്ട്, പൂവുണ്ട് അല്ലെ മക്കളെ. അതിൽ ഏത് പാർട്ടിലാണ് സസ്യങ്ങള് ഭക്ഷണം ഉണ്ടാക്കുന്നത്, ആഹാരം ഉണ്ടാക്കുന്നത്? എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്? നമ്മുടെ ഇലയിൽ നിന്നാണല്ലേ. ഇലയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആള് ഫുഡ് ഉണ്ടാക്കുന്നതില്. അങ്ങനെ ഈ ഇലയിൽ വെച്ചിട്ട് നമ്മുടെ സൂര്യപ്രകാശം വേണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സൂര്യപ്രകാശം. അതിൻ്റെയൊക്കെ സാന്നിധ്യത്തില് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ സസ്യങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, ഫോട്ടോസിന്തസിസ് എന്നാണ് പറയുന്നത്, അഥവാ പ്രകാശ സംശ്ലേഷണം എന്നാണ് പറയുന്നത്. ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം മക്കൾക്ക് മിസ് ഒരു ചെറിയ വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോ കണ്ടിട്ട് വേഗം മക്കളെ തിരിച്ചു വരണം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അപ്പൊ മക്കള് ഒരു അടിപൊളി വീഡിയോ കണ്ടല്ലേ, ഒരു ചെറിയ നല്ല രസമുള്ളൊരു വീഡിയോ കണ്ടു. അതെന്താണ്? നമ്മൾ പറഞ്ഞ പോലെ പ്രകാശ സംശ്ലേഷണം കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇനി മക്കൾക്ക് അത് മിസ് അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോവാണ്. ആ വീഡിയോയിൽ കണ്ടത് എന്താണെന്നും എന്താണ് പ്രകാശ സംശ്ലേഷണം എന്നും നമ്മൾ പഠിക്കാൻ പോവാണ്.
പ്രകാശ സംശ്ലേഷണത്തിന് മെയിൻ ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ആദ്യം എന്ത് വേണം? നമ്മുടെ സസ്യങ്ങൾക്ക് ജലം വേണം അല്ലേ മക്കളെ? അല്ലെ, വെള്ളം ഇല്ലാത്ത സസ്യങ്ങളൊക്കെ കരിഞ്ഞുണങ്ങി പോവില്ലേ? അപ്പൊ സസ്യങ്ങൾക്ക് എന്ത് വേണം? ജലം വേണം. നമ്മൾ ഡെയിലി വെള്ളം കുടിക്കുന്നത് പോലെ നമ്മുടെ സസ്യങ്ങൾക്കും ജലം വേണം. അത് എവിടെ നിന്നാ കിട്ടുന്നത്? നമ്മുടെ വേരിൽ നിന്ന്. വേരാണ് എന്ത് ചെയ്യുന്നത്? ജലത്തെ വലിച്ചെടുക്കുന്നത്, മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത് അല്ലെ? സസ്യങ്ങൾ വേരിലൂടെ വെള്ളം വലിച്ചെടുക്കുന്നുണ്ടെന്ന് നമുക്കറിയാലേ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് വേണ്ട എന്താ? ജലം. അതവിടെ റെഡിയായി. ഇനി നമുക്ക് എന്ത് വേണം? ഈ വെള്ളത്തില് പല ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലെ? മിനറൽസും ആവശ്യമാണ്. അതൊക്കെ എന്തിൽ അടങ്ങിയിട്ടുണ്ട്? നമ്മുടെ ഈ വലിച്ചെടുക്കുന്ന വെള്ളത്തില് ആ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇലയിൽ വെച്ചിട്ടാണ് അല്ലെ? അപ്പൊ ഈ ഇലയിൽ വെച്ച് നടക്കണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരാൾ വേണം. ആരാ? നമ്മുടെ സൂര്യപ്രകാശം വേണം, സൺലൈറ്റ് വേണം. അപ്പൊ ഒരു സൺലൈറ്റിന്റെ പ്രസൻസിലാണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഓക്കെ, ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകം വലിച്ചെടുക്കുന്നു, സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരാളാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്? നമ്മുടെ ജലം ഇമ്പോർട്ടന്റ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ നിന്ന് വലിച്ചെടുക്കുന്നു? അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അത് ഏതിലൂടെ വലിച്ചെടുക്കുന്നത്? ഇലയിലെ ചെറിയ സുഷിരങ്ങളിലൂടെ. ഈ ചെറിയ സുഷിരങ്ങൾക്ക് ഒരു പേര് പറയും, നമ്മുടെ സ്റ്റൊമാറ്റ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ആ ചെറിയ സുഷിരങ്ങളെ പറയുന്ന പേരാണ് സ്റ്റൊമാറ്റ അഥവാ ആസ്യരന്ധ്രം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തു. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കറിയാം, നമ്മുടെ ആഹാര നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതല്ലേ. അപ്പൊ ഓക്കെ, നമുക്ക് വേണ്ട സാധനങ്ങൾ കിട്ടി. കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി, അതുപോലെ തന്നെ നമ്മുടെ ജലം കിട്ടി, അത് സൂര്യപ്രകാശത്തിന്റെയും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരാളും കൂടെ വേണം. ആരത്? ഹരിതകം അഥവാ ക്ലോറോഫിൽ എന്ന് പറയും. അതൊരു പിഗ്മെന്റ് ആണ്, ഒരു വർണ്ണ വസ്തുവാണ് നമ്മുടെ ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അപ്പൊ വർണ്ണ വസ്തു എന്തിനാ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇലകളൊക്കെ പച്ച കളറിലല്ലേ മക്കളെ കാണപ്പെടുക? മിക്കവാറും എല്ലാ ഇലകളും പച്ച കളറിലാണ് കാണുന്നത്. ഈ പച്ച കളർ കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ക്ലോറോഫിൽ ആണ് അഥവാ ഹരിതകമാണ്. ഓക്കെ, ആ ഹരിതകത്തിന്റെ പ്രസൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ ഫോട്ടോസിന്തസിസിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇലകളിൽ വെച്ച് നമ്മൾ ആഹാരം നിർമ്മിക്കുന്നു. ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ? നമ്മുടെ ജലം വേരിൽ നിന്ന് വലിച്ചെടുക്കുകയും ഇലകളിൽ വെച്ചിട്ട് ചെറിയ സുഷിരങ്ങളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ആഹാര നിർമ്മാണത്തിനാണ്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നടക്കണമെങ്കിൽ ഇലകളിലെ ഹരിതകം എന്ന വർണ്ണവസ്തു വേണം ഇല്ലേ മക്കളെ? അതാണ്. അപ്പോ അങ്ങനെ നമ്മൾ ആ ഹരിതകവും സൂര്യപ്രകാശവും ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ വെച്ചിട്ട് എന്താണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്? നമുക്കൊരു പ്രൊഡക്റ്റ് വേണ്ടി, നമ്മൾ ആഹാരമല്ലേ നിർമ്മിക്കുന്നത്. എന്താണ് അതിന്റെ പ്രൊഡക്റ്റ്? ഗ്ലൂക്കോസ് ആണ് അതിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതോടൊപ്പം നമുക്ക് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമാണ് ഗ്ലൂക്കോസ്. ഇതോടൊപ്പം നമുക്ക് ഓക്സിജനും ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ്. ഈ ശ്വസിക്കുന്ന ഓക്സിജൻ ആരാ തരുന്നത്? നമുക്ക് സസ്യങ്ങളാണ്, പ്ലാന്റ് ആണ് തരുന്നത് അല്ലേ മക്കളെ? അപ്പോൾ ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഉൽപ്പന്നമായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ എന്തൊക്കെ? ഗ്ലൂക്കോസ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്നതും. ഓക്കെ, അപ്പൊ നമ്മുടെ അമ്മമാരൊക്കെ എന്താന്ന് വെച്ചാൽ ഫുഡ് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എടുത്തു വെക്കാറുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ചക്ക നമ്മള് സീസൺ ആയിട്ടല്ലേ കിട്ടുള്ളൂ, ചില കാലങ്ങളിലല്ലേ ചക്ക കിട്ടുള്ളൂ. അപ്പൊ അമ്മമാർ എന്ത് ചെയ്യും? ചക്ക സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ചക്ക വരട്ടും അല്ലേ? ചക്ക വരട്ടിയിട്ട് എടുത്തു വെക്കും. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് നല്ല ചക്ക അപ്പൊക്കെ ഉണ്ടാക്കി തരും അല്ലേ മക്കളെ? അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സസ്യങ്ങൾക്ക് എന്ത് ചെയ്യണം? കുറച്ച് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കണം. എങ്ങനെയാ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? അത് സ്റ്റാർച്ച് അഥവാ അന്നജമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടായ ഗ്ലൂക്കോസ് പിന്നീട് അന്നജമായി മാറ്റപ്പെടുന്നു. അങ്ങനെ സ്വന്തമായിട്ട് ഫുഡ് നിർമ്മിക്കുന്ന ആളുകളായതുകൊണ്ട് സസ്യങ്ങളെ സ്വപോഷികൾ എന്ന് വിളിക്കുന്നു. സ്വ മീൻസ് നമ്മൾ സ്വന്തമായിട്ട് ഇല്ലേ? സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വപോഷികൾ എന്ന് നമ്മുടെ സസ്യങ്ങളെ വിളിക്കുന്നു. ഓക്കെ, അപ്പൊ പ്ലാന്റ് അബ്സോർബ് വാട്ടർ ത്രൂ ദിയർ റൂട്ട്സ്. നമ്മൾ പറഞ്ഞു, റൂട്ടിലൂടെ വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അത് ആ വാട്ടറിലെ മിനറൽസും എന്ത് ചെയ്യുന്നുണ്ട്? ആ മിനറൽസ് ഒക്കെ അതിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ വാട്ടറിൽ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ത്രൂ മിനിറ്റ് പോർ പ്രസന്റ് ഇൻ ദ ലീവ്സ്. അതിൽ ചെറിയ സുഷിരങ്ങളിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു. ഓൾ ദീസ് ആർ ഡൺ ഫോർ പ്രിപ്പയറിംഗ് ഫുഡ്. ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ടേക്ക് പ്ലേസ് ഇൻ ദ ലീവ്സ്.
ഇലയാണ് നമ്മുടെ മെയിൻ ആള്. ഇലയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നത്. ഈ പ്രോസസ്, ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നു. സൺലൈറ്റ് ആൻഡ് ദ പിഗ്മെന്റ് പ്രസൻസ് ഇൻ ദ ലീവ്സ് ആർ കോൾഡ് ക്ലോറോഫിൽ ആർ എസെൻഷ്യൽ ഫോർ ദ ഫോട്ടോസിന്തസിസ്. ഹരിതകം അഥവാ ക്ലോറോഫിൽ ഇസ് വെരി എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. The product of the photosynthesis is glucose. Oxygen also formed. Okay, oxygen, glucose form ചെയ്യുന്നു. The glucose formed through photosynthesis is later converted into starch. അഥവാ അന്നജമായിട്ട് ഇത് കൺവേർട്ട് ചെയ്യുന്നു. This kind of plants എന്ന് വെച്ചാൽ plants prepare their own food. So എന്താണ്, hence they are known as autotrophs. സ്വപോഷികൾ അഥവാ autotrophs എന്ന് അറിയപ്പെടുന്നു പ്ലാന്റ്സ്. ഓക്കെ, റെഡി ആണോ? അതിൻ്റെ ഒരു ഡയഗ്രം ആണ് ഇവിടെ കാണിച്ചിട്ടുള്ള മിസ്. ഈ ഡയഗ്രം പഠിച്ചാൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവും. നോക്കിക്കോളൂ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയഗ്രം ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിന്റെ പ്രസൻസിൽ സൂര്യപ്രകാശവും ഹരിതകത്തിന്റെയും സാന്നിധ്യത്തിൽ ഓക്സിജനും ഗ്ലൂക്കോസും ആയിട്ട് മാറുന്നു. ഈ ഓക്സിജൻ പിന്നീട് ഗ്ലൂക്കോസ് പിന്നീട് സ്റ്റാർച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾക്ക് ഇന്ന് പഠിക്കാനുള്ളത്. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മക്കൾക്ക് മിസ് പറഞ്ഞു തന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് അടിപൊളിയായിട്ട് പഠിക്കുക, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ മക്കൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക് ആയിട്ട് മിസ് വരാം. അതുവരേക്കും ടാറ്റാ.